ഹായ് മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 2 നമുക്ക് VSEPR തിയറി, ഹൈബ്രിഡൈസേഷൻ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇത്രയും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ട് പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് വിളിക്കുക. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഒരു പ്രത്യേക ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുകയും അതിലേക്ക് സറൗണ്ടിങ് ആറ്റംസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ പോളിഅറ്റോമിക് മോളിക്യൂൾ ഉണ്ടാകുന്നുള്ളതാണ് വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വഴി പറയുന്നത്. അപ്പോൾ ഒരു എസും 3 പിയും കൂടെ ചേർന്നുണ്ടായ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, അതിന്റെ പേരാണല്ലോ sp3. ആ ഹൈബ്രിഡ് ഓർബിറ്റലിൽ എസിന്റെ ക്യാരക്ടർ എന്തോരം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഒരു എസും 3 പിയും, ഒരു എസും 3 പിയും ആണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഉണ്ടായ ഹൈബ്രിഡ് ഓർബിറ്റലിന് ഞാൻ 100% ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ 1/4% എസിൻ്റെതും ബാക്കി 1/4% ആരുടെ ആയിരിക്കും? പിയുടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? sp3 ഹൈബ്രിഡ് ഓർബിറ്റലിനകത്ത് 1/4 ക്യാരക്ടർ ആരുടെയാണെന്ന് പറയാൻ പറ്റും? എസിന്റെ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വരുന്നു. മുന്നോട്ടേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following central atom does not use sp3 hybridization, sp3 hybrid orbital? sp3 ഉപയോഗിക്കാത്തത് ആരാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് VSEP കാൽക്കുലേറ്റ് ചെയ്യാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ VSEP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. VSEP നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ VSEP എന്താണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടാം? ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ കിട്ടാം. VSEP 2 ആണെങ്കിൽ SP കിട്ടും, VSEP 4 ആണെങ്കിൽ sp3 കിട്ടും, VSEP 6 ആണെങ്കിൽ 6 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉപയോഗിച്ചിട്ടുള്ള എസ് 3 PU 2 DU എന്നുള്ള രീതിയിൽ നമുക്ക് sp3 D2 എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ VSEP കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. VSEP കാൽക്കുലേറ്റ് ചെയ്ത ഫോമുല നമ്മൾ മുന്നേ പറഞ്ഞതല്ലേ. അപ്പൊ ആ ഫോമുല ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ബെർഗിലിയം ആണ് സെൻട്രൽ ആറ്റം. അപ്പൊ ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. മോണോവാലന്റ് ആറ്റം ആയിട്ട് നമുക്ക് ഫ്ലൂറിനെ കാണാൻ പറ്റും. 3 ആണ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം. ചാർജ് -1 ആണ്. സോ -1 ഡിവൈഡഡ് ബൈ വാട്ട്? 2 ഡിവൈഡ് ബൈ 2. സോ ഈ വാല്യൂ എത്ര വന്ന്? ഈ വാല്യൂ വരുന്നത് 3 ആണ്. ഈ വാല്യൂ 3 ആണെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഓക്കെ, 3 ആണ് VSEP വാല്യൂ വരുന്നെങ്കിൽ 3 ഓർബിറ്റിലാണ് ഹൈബ്രിഡൈസേഷൻ ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? sp2 എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം. കാരണം ആരാണ് sp3 ഉപയോഗിക്കാത്തെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി BF3 എന്ന് പറയുന്നത് എന്താണ്? sp2 എന്ന് മനസ്സിലായി. സോ അത് എടുക്കാം. ഓക്കെ, ഇനി OH3+ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ 6 ആണ്, സറൗണ്ടിങ് 3, ഹൈഡ്രജൻ മോണോവാലന്റ് ആണ്, -+1 ഡിവൈഡ് ബൈ 2 ഇത് ചെയ്താൽ 4 കിട്ടും. 4 എന്ന് പറയുന്നത് sp3 കറസ്പോണ്ടിങ് ആയിരിക്കും അല്ലെ. 4 എന്ന് പറയുമ്പോൾ ആരാ? sp3 ആണ്. റെഡി. അടുത്ത് NH2- ആണ് നമ്മൾ നോക്കുന്നത്. നൈട്രജൻ സെൻട്രൽ ആറ്റം 5, സറൗണ്ടിങ് 2 ഹൈഡ്രജൻ, -1 ഡിവൈഡ് ബൈ 2 ചെയ്താലും 4 കിട്ടും. 4 എന്ന് പറയുന്നത് sp3 ആണ്. ഓക്കെ, NF3 നൈട്രജൻ 5, 3 സറൗണ്ടിങ് മോണോവാലന്റ് ഫ്ലൂറിനുണ്ട്, ചാർജ് ഒന്നും പ്രത്യേകിച്ചില്ല, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലും sp3 കിട്ടും. ബാക്കിയുള്ള എല്ലാം sp3 ആണ്. sp3 അല്ലാത്ത ആളെയാണ് നമ്മളോട് പ്രിഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ A ഓപ്ഷൻ എടുക്കുകയാണ് ചെയ്തത്. റെഡി. VSEP ഫോർമുല വാലൻസ് ഇലക്ട്രോൺ പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് മൈനസ് ചാർജ് ഡിവൈഡ് ബൈ 2 എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുന്നേയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. XeF2ന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. XeF2 അപ്പൊ സിനോൺ എന്ന് പറയുന്നതിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര മക്കളെ? 8 ആണ്. 2 ഫ്ലൂറിൻ, ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2. സോ 5 ആണ് ആൻസർ വരുന്നത്. 5 എന്ന് പറയുന്നത് 5 ഓർബിറ്റലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള sp3D ആണെന്ന് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. ഈസി ആയിട്ട് ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ദ കോമ്പൗണ്ട് ബ്യൂട്ട-1,3-ഡൈൻ അല്ലെങ്കിൽ 1,2-ബ്യൂട്ട-ഡൈയിന്റെ അകത്ത് ഏതൊക്കെ ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 1,2-ബ്യൂട്ട-ഡൈൻ. അപ്പൊ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1,2-ബ്യൂട്ട-ഡൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ഉണ്ട് അല്ലെ. 4 കാർബൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ എന്താണ്? ഡബിൾ ബോണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ CH2 C CH CH ഇതാണ് അവസ്ഥ അല്ലെ. നിങ്ങൾക്ക് അറിയാം ഡബിൾ ബോണ്ടഡ് കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. ഒരു കാർബണിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, 2 ബൈ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആയിരിക്കും.
ഒരു കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ളെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ഒരു കാർബൺ സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും. അപ്പോൾ ഇതിൽ പ്രസന്റ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഉണ്ട്, sp ഉണ്ട്, sp3 ഉണ്ട്, എല്ലാം ഉണ്ട് ബ്യൂട്ട 1,2 ഡൈൻ്റെ അകത്ത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു. ഏതൊക്കെ ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ഉള്ളതെന്ന് ചോദിക്കണേ. അപ്പോൾ ഒരു കാർബൺ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ അതിൽ sp3 ഉണ്ടായിരിക്കും, ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ അത് sp2 ആയിരിക്കും. ഓക്കെ, സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് 4 സിഗ്മ ബോണ്ട് ഉണ്ടാവും, സോ അതുകൊണ്ടാണ് അത് sp3 ആവുന്നത്. ഡബിൾ ബോണ്ടഡ് എന്ന് പറയുമ്പോൾ 3 സിഗ്മ ബോണ്ടും പിന്നെ ഒരു പൈ ബോണ്ടാണ്. പൈ ബോണ്ട് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അത് അറ്റോമിക് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് 3 സിഗ്മ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? sp2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു കാർബണിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിൽ 2 സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ, സോ അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ ആ സിഗ്മ ബോണ്ടിന്റെ എണ്ണത്തിൽ ഞാൻ sp എന്ന് പറയുന്നു. ഒരു കാർബണിൽ തന്നെ 2 ഡബിൾ ബോണ്ട് പ്രസന്റ് ആണെങ്കിൽ 2 സൈഡിലേക്ക് സിഗ്മ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ, സോ അത് sp ആയിരിക്കും. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയപ്പെടുന്ന എല്ലാ വെറൈറ്റീസ് ഓഫ് കാർബൺ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ, sp, sp2, sp3. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ O2 മോളിക്യൂൾ. O2 മോളിക്യൂളിന്റെ അകത്ത് പ്രസന്റ് ആയിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സിഗ്മ 1s2 അല്ലെ, ഓക്സിജന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, pi 2px ഈക്വൽ pi 2py2. ഇനി ഇത്രയും ഞാൻ ഫില്ല് ചെയ്തപ്പോ എത്ര ഫില്ല് ചെയ്തടാ? 2, 4, 6, 8, 10, 12, 14 അത്രയും ആളുകളെ ഞാൻ ഫില്ല് ചെയ്തു. ഇനി 2 ഇലക്ട്രോൺസ് കൂട്ടിയുള്ളത്, അത് പൈ സ്റ്റാർ ഓർബിറ്റിലേക്കാണ് പോകേണ്ടത്. പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും അല്ലെ. പൈ സ്റ്റാർ 2pxും ഉണ്ട്, പൈ സ്റ്റാർ 2py ഉണ്ട്. അതിൽ 2 ഇലക്ട്രോൺസ് ഒരേ എനർജിയുള്ള 2 ഓർബിറ്റിലായതുകൊണ്ട് അതിലേക്ക് പോകുന്ന ഇലക്ട്രോൺസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാൻ പറ്റും. സോ അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ഉം 1 ആയിരിക്കും. അപ്പൊ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് എവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? ഓക്സിജനിൽ പ്രസന്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ഐഡിയ അറിയുന്നുണ്ടാവും, മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുന്നുണ്ടാവും. 15 മുകളിലുള്ള ഇലക്ട്രോൺസ് വരുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ ഓർഡർ ഫോളോ ചെയ്യാം. ഏത് ഓർഡർ? സിഗ്മ 2pz, then pi 2px, then pi 2py. 15 താഴെ അല്ലെങ്കിൽ 1 മുതൽ 14 വരെ ആണെങ്കിൽ ഓർഡർ എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചുള്ളത്? ഇവിടെ വരുന്നത് pi 2px ഈക്വൽ pi 2py. അത് കഴിഞ്ഞ് വരുന്നതാണ് ആര്? സിഗ്മ 2pz. സിഗ്മ 2pz കറക്റ്റ് അല്ലേ? അപ്പോ ഇതാണ് എന്ത് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഐഡിയ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഈസ് ഫ്രം യുവർ വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയിൽ മോളിക്യൂളിന്റെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, PFIന്റെ ഷേപ്പ്. ഇപ്പോൾ VSEP കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്നതിന്റെ സെൻട്രൽ ആറ്റം, ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഫ്ലൂറിനാണ് സറൗണ്ടിങ്, 5 ഫ്ലൂറിനുണ്ട്. ഡിവൈഡ് ബൈ 2 ഞാൻ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2 ഞാൻ ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറിൻ മോണോവാലന്റ് ആണ്, അപ്പൊ നമുക്ക് സറൗണ്ടിങ് ആയിട്ട് എടുക്കാം. ഡിവൈഡ് ബൈ 2 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, 5 കിട്ടി. ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ sp3d നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ചോദിച്ചത് ജോമെട്രി ആണ്. അപ്പൊ ഇതില് എത്ര സറൗണ്ടിങ് ആറ്റം ഉണ്ടെന്ന് നോക്കിയേ. 5ൽ എത്ര സറൗണ്ടിങ് ആറ്റം ഉണ്ട്? 5ഉം സറൗണ്ടിങ് ആറ്റം ആണ്. അപ്പൊ 5 ബോണ്ട് പെയർ ആയിരിക്കും. റിമൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോൺ പെയർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ജോമെട്രി വരുന്നത് ട്രയാഗണൽ ബൈപിരമിഡൽ ആയിരിക്കും അല്ലെ. 5 ബോണ്ട് പെയറും 0 ലോൺ പെയറും വരുന്ന സമയത്ത് മോളിക്യൂളർ സ്ട്രക്ചർ എന്താ വരിക? ട്രയാഗണൽ ബൈപിരമിഡൽ. ഓക്കെ, റെഡിയാണ്, മുന്നോട്ടേക്ക് പോവാം. ഇതിലെ ബോണ്ട് ലെങ്ത് ആണ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങളുടെ പല ഐഡിയകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ആദ്യം മനസ്സിലാക്കി വെക്കുക, ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ബോണ്ട് ഓർഡർ ആണ്. ഇവരുടെ ബോണ്ടിന്റെ എണ്ണം എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓക്സിജൻ തമ്മിലുള്ള ബോണ്ടിന്റെ എണ്ണം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. നോക്കടാ, ബോണ്ട് ലെങ്ത് അല്ലേ. അപ്പോ O2 എന്ന് പറയുന്ന മോളിക്യൂള് നിങ്ങൾക്കറിയാം, O2 എന്ന് പറയുന്നത് ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്. സോ ബോണ്ടിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ,
അടുത്തത് H2O2 ആണ്. H2O2 എന്ന് പറയുന്ന മോളിക്യൂളിൽ പെറോക്സൈഡ് ലിങ്കേജ് ആണുള്ള പെറോക്സൈഡ് ലിങ്കേജ്. പെറോക്സൈഡ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OO സിംഗിൾ ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് പെറോക്സൈഡ് ലിങ്കേജ്. അപ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ. അടുത്ത മോളിക്യൂൾ ആരാ? O3 ആണ്. O3 എന്ന് പറയുന്ന മോളിക്യൂളിൽ ഓക്സിജൻ ഒരു സൈഡിലേക്ക് ഡബിൾ ബോണ്ടും ഒരു സൈഡിലേക്ക് സിംഗിൾ ബോണ്ടും ഉണ്ട് അല്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട് പ്രസന്റ് ആയിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ നോർമലി റെസൊണൻസ് കാണിക്കും. റെസൊണൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും അതിനെ പറയാം. എങ്ങനെ? റൈറ്റ് സൈഡിലേക്ക് ഡബിൾ ബോണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് സിംഗിൾ ബോണ്ടും എന്ന അതേ ഐഡിയ തന്നെ നമുക്ക് നേരെ തിരിച്ചും പറയാൻ പറ്റും. കാരണം റെസൊണൻസ് അവിടെ കാണിക്കാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ രണ്ടും ഒരു സൈഡിൽ ഒന്നും ആയതുകൊണ്ട് 2+1 ഡിവൈഡ് ബൈ 2 1.5 ആണ് ബോണ്ട് ഓർഡർ വരിക. എവിടെ? ഓസോണിൽ ബോണ്ട് ഓർഡർ 1.5. അപ്പോൾ ബോണ്ട് ഓർഡർ ഏറ്റവും കുറഞ്ഞ ആൾക്കാണ് ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ബോണ്ട് ഓർഡർ ഏറ്റവും കുറഞ്ഞ ആൾ H2O2 ആണ്. അയാൾക്കാണ് ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ. ബോണ്ട് ഓർഡർ ഏറ്റവും കൂടിയ ആൾക്കാണ് ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ്. അത് O2 ആണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ എടുക്കാൻ പോകുന്നത് സി ഓപ്ഷൻ ആയിരിക്കും. സിംഗിൾ ബോണ്ട് ഉള്ള H2O2 ഏറ്റവും ബോണ്ട് ലെങ്ത്തും 1.5 ബോണ്ട് ഓർഡർ ഉള്ള O3ക്ക് അതിന് ശേഷവും ഡബിൾ ബോണ്ട് ഉള്ള O2 അതിനു ശേഷം എന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഓക്കെ. ദ കറക്റ്റ് ആംഗിൾ ദ കറക്റ്റ് ഓർഡർ ടുവേർഡ്സ് ബോണ്ട് ആംഗിൾ ഹൈബ്രിഡൈസേഷൻ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ ആണ് പറയുന്നത് അല്ലേ? അപ്പൊ sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ടാണ് ഒരു sp ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുക. നിങ്ങളുടെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ടെങ്കിൽ അവിടെ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് sp ഹൈബ്രിഡ് ഓർബിറ്റൽ. അങ്ങനെ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അവർക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ട് ആംഗിൾ ആണ് 180 ഡിഗ്രി അല്ലേ? ഇനി ഒരാള് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കണമെങ്കിൽ ആ ആറ്റത്തിന് ചുറ്റും 3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ടാവും എന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. 3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ആൻഡ് ദേ അറേഞ്ച്ഡ് ഇൻ ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി അല്ലേ? ഇനി ഒരാൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കണമെങ്കിൽ അയാൾക്ക് ചുറ്റും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് സിംപ്ലി അറേഞ്ച്ഡ് ഇൻ ടെട്രാഹെഡ്രൽ ഫാഷൻ വിത്ത് ആൻ ബോണ്ട് ആംഗിൾ ഓഫ് 109 ഡിഗ്രി 28 മിനിറ്റ്. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ ബോണ്ട് ആംഗിളിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ sp-ക്കാണ് ഏറ്റവും ബോണ്ട് ആംഗിൾ, അതിനുശേഷം sp2, അതിനുശേഷം sp3 എന്ന രീതിയിൽ നമുക്ക് സി ഓപ്ഷൻ പ്രിഫർ ചെയ്യാം. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ദ പെർസെന്റേജ് ഓഫ് s ക്യാരക്ടർ ഇൻ ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് മീഥെയ്ൻ, ഈഥീൻ ആൻഡ് ഈഥൈൻ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മീഥെയ്ൻ എന്ന് പറയുന്നത് ആരാ? CH4 ആണ്. മീഥെയ്ൻ ആരാ? CH4. ഈ മീഥെയ്ൻ CH4 ആണെന്നും അതിലുള്ള ഹൈബ്രിഡൈസേഷൻ സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് sp3 ആണ്. അപ്പൊ sp3യിലുള്ള പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ sp3 എന്ന് പറയുമ്പോൾ S+P+P+P ആണെന്നും അതില് ഫ്രാക്ഷൻ വെച്ച് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്തു. 1/4 ആണ് ഓരോ ആളുകൾക്കും ഉണ്ടാവുക. പെർസെന്റേജ് വെച്ച് കഴിഞ്ഞാൽ 25% ഇവർക്കും 25% പിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ എസ് ക്യാരക്ടർ 25% ആണ്. അടുത്തത് ഈഥീനെ കുറിച്ചാണ് പറയുന്നത്. മക്കളെ ഈഥീൻ എന്ന് പറയുന്നത് ആരാ? CH2 ഡബിൾ ബോണ്ട് എന്താണ്? CH2 ആണ്. അതായത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ പ്രസന്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് sp2 ആണ്. അപ്പൊ ഈ sp2 എന്ന് പറയുന്ന ഈഥീന് എസും പ്ലസ് P+P അല്ലേ? ഇതല്ലേ ഉള്ളേ? അപ്പൊ എസിന് 33.33%, ബാക്കിയുള്ള ആളുകൾക്ക് 2 × 33.33% അല്ലെ? 100-ല് ഓരോ ആളുകളുടെ പെർസെന്റേജ് 33 വരെ. കാരണം ടോട്ടൽ 100 ഉണ്ടാക്കുന്നത് 3 പേരാണ്. 3 പേര് ചേർന്നാണ് 100% ആവുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും 33%. sp3-ലാണെങ്കിൽ 4 പേര് ചേർന്നാണ് 100% ആവുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെയും എത്ര വരുന്നത്? 25% വരുന്നത്. പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈഥൈൻ ആണ് ചോദിക്കുന്നെങ്കിൽ ഈഥൈൻ ആരാ? CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. CH ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോ ഈ ഈഥൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് അവിടെ വരുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? sp ആണ്. sp എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷനിൽ 2 പേര് ചേർന്നാണ് 100% ആവുന്നത്. അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് എത്ര പെർസെന്റേജ് ആവണം? 50% ആവണം. അപ്പോ നമ്മുടെ ആൻസർ നമ്മൾ എന്താണ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ sp3-ല് 25% എസ് ക്യാരക്ടറും sp2-ല് 33.33% എസ് ക്യാരക്ടറും sp-ക്കകത്ത് 50% എസ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏത് പ്രിഫർ ചെയ്യാൻ പോവാണ് മക്കളെ? 25, 33 ആൻഡ് 50 എന്നുള്ള എ ഓപ്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു.
മുന്നോട്ടേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റെസണൻസ് ഓഫ് CO2? CO2ന്റെ റെസണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ CO2ന്റെ സ്ട്രക്ചർ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? കാർബണ് 4 ബോണ്ട്, കാർബൺ ടു 4 ബോണ്ട് വരുന്ന നോർമൽ CO2ന്റെ റെസണൻസ് സ്ട്രക്ചർ ആണിത്. ഇനി ഇതിൽ പോസിബിൾ ആയിട്ടുള്ള റെസണൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടുന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ മുന്നോട്ടേക്ക് വന്നുകൊണ്ട് അവിടെ പ്ലസ് ആവും അല്ലെ? ട്രിപ്പിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ മുന്നോട്ടേക്ക് വന്നുകൊണ്ട് പ്ലസ് ആവും. ഇപ്പുറത്തുനിന്ന് ഡബിൾ ബോണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് മൈനസ് ആവും. ഇതേ സാധനം നേരെ തിരിച്ചും വരാം. ഇപ്പോ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോരുന്ന മൂവ്മെന്റ് ആണ് കാണിച്ചത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ എന്ത് സിംഗിൾ ബോണ്ട്, ഈ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. സോറി, ഇതല്ലേ നേരത്തെ കാണിച്ചത്. ഇതിന്റെ തിരിച്ചുള്ള ഓപ്ഷൻ കാണിക്കാം. ഇങ്ങോട്ടേക്ക് സിംഗിൾ ബോണ്ട്, ഇങ്ങോട്ടേക്ക് ട്രിപ്പിൾ ബോണ്ട്. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്. ഡി എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഡി എന്ന് പറയുന്നതിന്റെ അകത്ത് കാർബണിന്റെ വാലൻസി 5 ആയി. കാർബണിന്റെ വാലൻസി എന്തായാലും 5 ആവില്ല. കാർബൺ ഈസ് സിംപ്ലി ടെട്രാ വാലന്റ്, റൈറ്റ്? ഫൈൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ആയിട്ട് ഏത് എടുക്കാം? ഏതാണ് റെസണൻസ് സ്ട്രക്ചർ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി എടുക്കാം. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ഈ ആളുകളുടെ മോളിക്കുലാർ ഷേപ്പ് ആണ്, മോളിക്കുലാർ ഷേപ്പ് അല്ല ചോദിച്ചിട്ടുള്ളത്, സെൻട്രൽ ആറ്റത്തിന്റെ അകത്തുള്ള ലോൺ പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? മോളിക്കുലാർ ഷേപ്പും ലോൺ പേഴ്സും, ഷേപ്പ് സെയിം ആണോ, ലോൺ പെയർ സെയിം ആണോ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ VSEP കാൽക്കുലേറ്റ് ചെയ്യണം. സൾഫർ എന്ന് പറയുന്നതിന്റെ അകത്ത് 6 വാലൻസ് ഇലക്ട്രോൺ ആണ്, 4 മോണോ വാലന്റ് ഫ്ലോറിൻ, ലോൺ പെയർ ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 5 ആണ് കിട്ടുന്നത്. 5ൽ 4 സറൗണ്ടിങ് ഫ്ലോറിനുള്ളതുകൊണ്ട് 4 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ ആയിട്ട് മാറും. CF4 നമ്മൾ നോക്കുന്ന സമയത്ത് സെൻട്രൽ ആറ്റം കാർബൺ ആണ്, 4 സറൗണ്ടിങ് മോണോവാലന്റ് ഫ്ലോറിനുണ്ട്, ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടുക. 4ന് നമ്മൾ മക്കളെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, 4 സറൗണ്ടിങ് ആറ്റം ഉള്ളതുകൊണ്ട് 4 ബോണ്ട് പെയറും ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 ലോൺ പെയർ എന്ന് പറയാൻ പറ്റും. XCF4 എന്ന് പറയുന്ന സിനോൺ എന്ന് പറയുന്നതിന്റെ വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. 8 പ്ലസ് എങ്ങനെ പറയാൻ പറ്റും മക്കളെ? 4 ഫ്ലോറിനുണ്ട്. 8 പ്ലസ് 4 അല്ലെ? ഡിവൈഡഡ് ബൈ എന്ത് വരുടാ? 2 വരും. അപ്പൊ നമുക്ക് ഇതിനെ വരുന്നത് 6 ആണ്. ആ 6ൽ 4 സറൗണ്ടിങ് ആറ്റം ഉള്ളതുകൊണ്ട് 4 ബോണ്ട് പെയർ ആണെന്നും, ബാക്കി റിമൈനിങ് 2 ആയതുകൊണ്ട് 2 LB അല്ലടാ, 2 ലോൺ പെയർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ ആളുകൾക്കും സെയിം ആയിട്ട് എന്താ വരുന്നത്? 4 ബോണ്ട് പെയർ ആണ്. പക്ഷെ എല്ലാ ആളുകളുടെയും ഷേപ്പ് സെയിം ആണോ? അല്ല, ഓരോ ആളുകളും ഓരോ ടൈപ്പാണ്. 4 ബോണ്ട് പെയർ, 1 ലോൺ പെയർ ഉള്ളത്, 4 ബോണ്ട് പെയർ, 0 ലോൺ പെയർ ഉള്ളത്, 4 ബോണ്ട് പെയർ, 2 ലോൺ പെയർ ഉള്ളത്, എൻ്റയർലി ഡിഫറെന്റ് ആണ്. 4 ബോണ്ട് പെയർ, 1 ലോൺ പെയർ ഉള്ള മോളിക്യൂൾ നമ്മൾ സീസോ ഷേപ്പ് എന്നാ പറയാ. 4 ബോണ്ട് പെയറും 0 ലോൺ പെയർ ഉള്ള മോളിക്യൂൾ നമ്മൾ ടെട്രാഹെഡൽ ഷേപ്പ് എന്നാ പറയാ. 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ ഉള്ള ഷേപ്പിൽ നമ്മൾ ഒക്ടാഹെഡൽ എന്നാ പറയാം. അപ്പൊ ഇതെല്ലാം എൻ്റയർലി എന്താണ്? ഡിഫറെന്റ് ആണ്. പറഞ്ഞ മനസ്സിലായെന്ന് വരുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഷേപ്പ് ഡിഫറെന്റ് ആണെന്നും, റെസ്പെക്റ്റീവ് ഓർഡറിൽ പറയുകയാണെങ്കിൽ 1 ബോണ്ട് ലോൺ പെയർ, 0 ലോൺ പെയർ, 2 ലോൺ പെയർ എന്നുള്ള രൂപത്തിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പൊ നമുക്ക് ഡി ഓപ്ഷൻ ആണ് ബെറ്റർ ആയിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തത് ബോണ്ട് ആംഗിളുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോണ്ട് ആംഗിളിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: സൈസ് ഓഫ് സെൻട്രൽ ആറ്റം, സൈസ് ഓഫ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുന്തോറും ബോണ്ട് ആംഗിൾ എന്താവും? കുറയും. ബോണ്ട് ആംഗിൾ കുറയും. സെൻട്രൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്തോറും ബോണ്ട് ആംഗിൾ കുറയും എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും when you are preparing for an objective examination. അപ്പോ H2O, H2S, H2SC, H2TE അല്ലെ, ഹൈഡ്രേറ്റ് താഴോട്ടേക്ക് പോവാണ്. 16th ഗ്രൂപ്പിന്റെ ഹൈഡ്രേറ്റ് താഴോട്ടേക്ക് പോവാണ്. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് ഗ്രാജുവലി വലുതാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്സിജനിൽ നിന്നും സൾഫറിലേക്ക് പോകുമ്പോഴും, സൾഫറിൽ നിന്നും സെലീനിയത്തിലേക്ക് പോകുമ്പോഴും, സെലീനിയത്തിൽ നിന്ന് ടെല്ലൂരിയത്തിലേക്ക് പോകുമ്പോഴും സ്വാഭാവികമായിട്ടും ബോണ്ട് ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് വാട്ടറിന്റെ അകത്താണ്, പിന്നെ H2Sന്റെ അകത്താണ്, പിന്നെ H2SCന്റെ അകത്താണ്, പിന്നെ H2TEന്റെ അകത്താണ്. ഓക്കെ, അപ്പോ നമുക്ക് ഓപ്ഷൻ ഏത് പറയാം? ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? അക്കോർഡിംഗ് ടു VSEPR തിയറി, ദ മോസ്റ്റ് പ്രോബബിൾ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഹാവിംഗ് 4 ഇലക്ട്രോൺ പെയർ ഇൻ ദ ഔട്ടർ ഷെൽ ആറ്റം. 4 ഇലക്ട്രോൺ പെയർ ഔട്ടർ ഷെല്ലിൽ ഉണ്ടെങ്കിൽ വരാവുന്ന മോസ്റ്റ് പ്രോബബിൾ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെട്രാഹൈഡൽ ആണ് അല്ലെ? 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ 4 ഇലക്ട്രോൺ പെയർ എന്നേ പറയണുള്ളൂ.
ഓക്കെ, അതിന് വരുന്ന 4 ഇലക്ട്രോൺ പേരുള്ള ആൾക്ക് വരുന്ന ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹൈഡലാണ്. ഓക്കെ, അതിൽ തന്നെ 4 ബോണ്ട് പെയർ ആണെങ്കിൽ ടെട്രാഹൈഡ്രലും 3 ബോണ്ട് പെയർ ആണെങ്കിൽ ട്രയാങ്കിൾ പിരമിഡിലും 2 ബോണ്ട് പെയർ ആണെങ്കിൽ ബെൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. 4 ബോണ്ട് പെയർ വരുന്ന 4 ഇലക്ട്രോൺ പെയർ വരുന്ന ആളുടെ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി എന്ത് വരാം എന്നുള്ള രൂപത്തിലാണ് ചോദിക്കുന്നത്. അപ്പോ തന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ടെട്രാഹൈഡൽ എന്ന് പറയാം. ഓക്കെ, CS3 പ്ലസ് എന്ന് പറയുന്ന കാർബോകാറ്റോണിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കണേ. ആസ് യൂഷ്വൽ VSEP വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാർബണിന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാ? 4 ആണ്. സറൗണ്ടിങ് 3 ഹൈഡ്രജൻ ഉണ്ട്. -+1 ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 3 എന്നായിട്ട് അല്ലെ, 3 എന്ന് പറയുന്നതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 3 സറൗണ്ടിങ് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 3 ബോണ്ട് പെയറും ബാക്കിയൊന്നും വരാത്തതുകൊണ്ട് 0 ലോൺ പെയർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ് കേട്ടോ. എന്ത് ഇതിന് 3 ബോണ്ട് പെയർ 0 ലോൺ പെയർ ആയതുകൊണ്ട് ട്രയാങ്കിൾ പ്ലാനർ ആണ് ഷേപ്പ്. സി ഓപ്ഷൻ നമുക്ക്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ദ ബോണ്ട് ഓർഡർ ഓഫ് NO മോളിക്യൂൾ ഈസ്. നിങ്ങൾക്ക് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ കോൺഫിഗറേഷൻ എഴുതിയിട്ട് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. വേറൊരു ഐഡിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബോണ്ട് ഓർഡറും എന്തും ഇലക്ട്രോൺസ് നോക്കിയിട്ട് ബോണ്ട് ഓർഡർ പറയാൻ പറ്റും. ഇലക്ട്രോൺസ് 8, 9, 10, 11, 12, 13, 14 വരാം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇലക്ട്രോണ് 15 ആവാം, 16 ആവാം, 17 ആവാം, 18 ആവാം, 19 ആവാം, 20 ആവാം, ഇങ്ങനെയൊക്കെ ആവാം. 8 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 0 ആണ്. 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. 20 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 0 ആണ്. അപ്പൊ 8-ൽ നിന്നും 14 വരെ പോകുമ്പോഴേക്കും 0.5 വെച്ച് ബോണ്ട് ഓർഡർ കൂടിക്കൊണ്ടിരിക്കും. 14-ൽ നിന്നും 20 വരെ പോകുമ്പോഴേക്കും 0.5 വെച്ച് ബോണ്ട് ഓർഡർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 8-ൽ നിന്നും 14 വരെ പോകുമ്പോഴേക്കും 0.5 വെച്ച് ബോണ്ട് ഓർഡർ കൂടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ 8 0 ആണ്, 9 0.5 ആണ്, 10 1 ആണ്, 11 1.5 ആണ്, 12 2 ആണ്, 13 2.5 ആണ്. അങ്ങനെ 3 വരേക്കും എത്തി. 14 വരേക്കും എത്തിയപ്പോ 14-ൽ നിന്ന് 20 വരെ പോകുമ്പോഴേക്ക് ബോണ്ട് ഓർഡർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്. എത്ര വെച്ച് കുറയും? 0.5 വെച്ച് കുറയും. അപ്പൊ 14-ൽ നിന്ന് 15-ലേക്ക് പോകുമ്പോൾ 2.5 ആവും, പിന്നെ 16-ലോട്ട് പോകുമ്പോൾ 2 ആവും, പിന്നെ 17-ലോട്ട് പോകുമ്പോൾ 1.5 ആവും, 18-ലോട്ട് പോകുമ്പോൾ 1 ആവും, 19-ലോട്ട് പോകുമ്പോൾ 0.5 ആവും, 20-ലേക്ക് എത്തുമ്പോൾ 0 ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാണ്ട് എന്ത് പറയാൻ പറ്റും? ജോമെട്രി അല്ല, മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഇല്ലേ, നമ്മൾ നേരത്തെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഒക്കെ ചോദിച്ചപ്പോൾ എഴുതിയില്ലേ, σ1s2 σ*1s2, ആ ഒരു സാധനം ഒന്നും എഴുതാണ്ട് നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾ ഓഡ് ഇലക്ട്രോൺ സ്പീഷ്യസ് ഓഡ് ഇലക്ട്രോൺ ഉള്ള എല്ലാവരും 10ഉം 10 ഈവൻ ഇലക്ട്രോണിൽ തന്നെ 10ഉം 16 ഇലക്ട്രോണും വരുന്ന ആളുകളെല്ലാം പാരാമാഗ്നറ്റിക് ആണെന്നുള്ള ഒരു പോയിന്റ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ ബോണ്ട് ഓർഡർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ബോണ്ട് ഓർഡർ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. NOയിലെ ബോണ്ട് ഓർഡർ ചോദിക്കണേ മക്കളെ. NOന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ NOക്കകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണം. ബാലൻസ് ഇലക്ട്രോൺ അല്ല കേട്ടോ, ടോട്ടൽ ഇലക്ട്രോൺ നോക്കണ്ടേ. ഇത് ടോപ്പിക് വേറെയാണ്, മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. അപ്പൊ നൈട്രജന്റെ അകത്ത് 7 ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജന്റെ അകത്ത് 8 ഇലക്ട്രോൺ ഉണ്ട്. 8ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 അല്ലേ. അപ്പൊ 15 ഇലക്ട്രോൺ വരിക. 15 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ എത്രയാണ് വരിക? 2.5 വരിക. പറഞ്ഞ് ക്ലിയർ ആണെന്ന്. അടുത്ത് നോക്കിയടാ, when two atomic orbitals combine they forms two molecular orbital. Okay, atomic orbitals combine ചെയ്താൽ molecular orbitals form ചെയ്യും. atomic orbitals intermix ചെയ്ത് കഴിഞ്ഞാൽ hybrid orbitals form ചെയ്യും. when two atomic orbitals are intermixed, like S and P are intermixed, you will get a 2sp hybrid orbitals which is arranged in linear fashion എന്നാ പറയാ. when two atomic orbitals are combined, when two 1s orbitals are combined, you will get two molecular orbital. One is called bonding molecular orbital sigma 1s എന്ന് പറയും നമ്മൾ. One is called anti-bonding molecular orbital sigma star 1s എന്ന് പറയും. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. 2 കമ്പൈൻ ചെയ്താൽ 2 ഫോം ചെയ്യും. അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്താൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. 2 ഇന്റർമിക്സ് ചെയ്താൽ 2 ഫോം ചെയ്യും. എത്രണ്ണം ഇൻവോൾവ് ചെയ്യുന്നു അത്രതന്നെ ഫോം ചെയ്യും. അത് ഇന്റർമിക്സ് ആണെങ്കിലും ശരി, കോമ്പിനേഷൻ ആണെങ്കിലും ശരി. ഇന്റർമിക്സ് will leads to hybrid orbital formation, where combination leads to what? Molecular orbital formation. അതൊക്കെയാണ് വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ I will prefer the second option. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം.
മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ബോണ്ട് ഓർഡർ ഇസ് മാക്സിമം ഇൻ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന സെയിം ഐഡിയ ആണ് കേട്ടോ. O2 എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ 8 2 ഓക്സിജൻ 16 16 ഇലക്ട്രോൺ ഉള്ള ഇയാളുടെ ബോണ്ട് ഓർഡർ ആസ് പെർ ദ പ്രീവിയസ് ടേബിൾ ഐ സേ ലെറ്റ് ഇറ്റ് ബി ബോണ്ട് ഓർഡർ 2. O2 മൈനസ് എന്ന് പറയുമ്പോൾ 16 ഓക്സിജന്റെ ഇലക്ട്രോൺ, അതിലേക്ക് ഒരു ഇലക്ട്രോണും കൂടെ വന്നിട്ട് 17 ഇലക്ട്രോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. 17 ഇലക്ട്രോൺ ആകുമ്പോൾ അത് ബോണ്ട് ഓർഡർ 1.5 ആവും. O2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 16 ഓക്സിജന്റെ, അതിന് ഒന്ന് പോയി കഴിഞ്ഞാൽ 15 ആകും. 15 ആകുമ്പോൾ ബോണ്ട് ഓർഡർ 2.5 വരും. O2 2 മൈനസ് എന്ന് പറയുമ്പോൾ 16ലേക്ക് 2 ഇലക്ട്രോൺ വന്നു, 18 ആയി. 18 ആകുമ്പോൾ ബോണ്ട് ഓർഡർ 1 ആയി മാറും. അപ്പൊ ബോണ്ട് ഓർഡർ ആർക്കാ മാക്സിമം എന്നാ ചോദിച്ചത്. ബോണ്ട് ഓർഡർ ആർക്കാ മാക്സിമം? നമുക്ക് O2 പ്ലസ് പറയാം. റെഡിയാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പാരാമാഗ്നറ്റിക്. ഞാൻ പറഞ്ഞ പോയിന്റ് ഓൾ ഓഡ് ഇലക്ട്രോൺ സ്പീഷ്യസ് ആൻഡ് 10ഉം 16ഉം വരുന്ന ആളുകൾ എന്താണ് പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞത്. O2 മൈനസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 16 പ്ലസ് 1 17 ഇലക്ട്രോൺ ആണ്, ഓഡ് ഇലക്ട്രോൺ ആണ്, പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ അടുത്ത ആരാ? NO നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ് അല്ലെ. 7ഉം 8ഉം ഇലക്ട്രോൺസ് വരുന്ന 15 ഇലക്ട്രോൺ വരുന്ന ഓഡ് ഇലക്ട്രോൺ ആണ്. സോ ദിസ് ഓൾസോ പാരാമാഗ്നറ്റിക്. CN മൈനസിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ 6 ആണ്, നൈട്രജൻ 7 ആണ്, പ്ലസ് 1 കൂടെ വന്നു കഴിഞ്ഞാൽ 14 ആവും. 14 ഈവനാ. ഈവനിൽ തന്നെ പാരാമാഗ്നറ്റിക് ആവുന്നത് 10ഉം 16ഉം ആണ്. അപ്പോ ഡി എടുക്കണ്ട, എയും ബിയും എടുത്തോ. അപ്പോ ബോത്ത് എ ആൻഡ് ബി എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻ പ്രിഫർ ചെയ്യാം. ഓക്കെ, മുന്നോട്ടേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് സ്മോളസ്റ്റ് ബോണ്ട് ലെങ്ത് ആൻഡ് യു മേ നോ ദാറ്റ് ദ ബോണ്ട് ലെങ്ത് ഈസ് വാട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. അപ്പൊ ഇവിടെ ബോണ്ട് ഓർഡർ കിട്ടണം. O2വിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ ബോണ്ട് ഓർഡർ എത്ര മക്കളെ വരുന്നത്? 2 ആണ്. O2 പ്ലസ് എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോൺ 15 ആണ്. എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ 2.5 ആണ്. O2 മൈനസ് എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോൺ 17 ആണ്. അപ്പൊ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് മക്കളെ 1.5 ആണ്. O2 2 മൈനസ് എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോൺ 18 ആണ്. അപ്പൊ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇതിൽ ആർക്കാണ് സ്മോളസ്റ്റ് ബോണ്ട് ലെങ്ത് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് കുറയണമെങ്കിൽ ബോണ്ട് ഓർഡർ എന്താവണം? കൂടണം. ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതലുള്ള O2 പ്ലസിനാണ്. ക്ലിയർ ആണ്. മുന്നോട്ടേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാവ് ബോണ്ട് ഓർഡർ 1/2? 0.5 ബോണ്ട് ഓർഡർ വരുന്ന ആർക്കാന്നാണ്? 0.5. O2 എന്ന് പറയുന്നത് 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോണ്ട് ഓർഡർ 2 ആണ്. N2 എന്ന് പറയുന്നത് 14 ഇലക്ട്രോൺ ആണ്. 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 3 ആണ്. F2 എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺ ആണ്. 18 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പൊ ഇവർക്കൊന്നും ബോണ്ട് ഓർഡർ ഹാഫ് അല്ല. അപ്പൊ H2 പ്ലസിന് ആവാനാണ് ചാൻസ്. H2 പ്ലസിന്റെ അകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. H2 കാത്ത് 2 ഇലക്ട്രോൺ, പിന്നെ അതിന് ഒരു ഇലക്ട്രോൺ പോയി അല്ലെ. 2 ഇലക്ട്രോൺ ആണ് H2 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോയി. അപ്പൊ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിനെ ഞാൻ കോൺഫിഗറേഷൻ എഴുതാണെങ്കിൽ σ1s എന്നാ വരിക. σ1s σ*1s 0 എന്നാകും. അപ്പൊ ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1ഉം ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ ബോണ്ട് ഓർഡർ നിങ്ങൾ ആസ് യൂഷ്വൽ ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 - 0/2 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/2. ഡി ഓപ്ഷൻ. എയും ബിയും സിയും 0.5 അല്ലെങ്കിൽ 1/2 അല്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രിഫർ ദ ഓപ്ഷൻ ഡി. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. PCl5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ NCl5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പീരീഡ് എലമെന്റ് ആണ്. നൈട്രജൻ ഈസ് എ സെക്കൻഡ് പീരീഡ് എലമെന്റ് അല്ലെ. ഒരു സെക്കൻഡ് പീരീഡ് എലമെന്റിന് അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് എസും പിയും മാത്രമേ ഉള്ളൂ. NCl5 എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ VSEP ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നൈട്രജൻ 5ഉം ക്ലോറിൻ 5ഉം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 5 VSEP കിട്ടുകയും അത് sp3d ആവുകയും വേണം അല്ലെ. NCl5ന്റെ ഹൈബ്രിഡൈസേഷൻ, എക്സ്പെക്ടഡ് ഹൈബ്രിഡൈസേഷൻ എത്ര വരെ മക്കളെ? sp3d. പക്ഷെ ഡി ഓർബിറ്റൽ ഇല്ലാത്ത നൈട്രജൻ എങ്ങനെയാ മക്കളെ sp3d ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഒരിക്കലും പറ്റൂല. അപ്പോ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനൊന്നും sp3dയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് കൊണ്ടുവരാൻ പറ്റുന്ന ഹൈബ്രിഡൈസേഷൻ sp പറ്റുമായിരിക്കും, sp2 പറ്റുമായിരിക്കും, sp3 പറ്റുമായിരിക്കും, ബിക്കോസ് ദേ ആർ നോട്ട് ഹാവിങ് എനി ഡി ഓർബിറ്റൽ. അപ്പൊ ഒരു സെക്കൻഡ് പീരീഡ് എലമെന്റിന് 2 പേരെ ചുറ്റും സറൗണ്ട് ചെയ്യാൻ പറ്റും, 3 പേരെ ചുറ്റും സറൗണ്ട് ചെയ്യാൻ പറ്റും, 4 പേരെ ചുറ്റും സറൗണ്ട് ചെയ്യാൻ പറ്റും യൂസിങ് ദ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ മാക്സിമം. ബട്ട് 5 പേരെ ഒരിക്കലും ചുറ്റും സറൗണ്ട് ചെയ്യാൻ പറ്റില്ല. sp3d ഹൈബ്രിഡൈസേഷൻ പോസിബിൾ അല്ല, കാരണം ഡി ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് NCl5 എക്സിസ്റ്റ് ചെയ്യൂല എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജനെ കൊണ്ട് 5 പേരെ ചുറ്റും സറൗണ്ട് ചെയ്യാൻ പറ്റൂല. അതിന്റെ കാരണം എന്താ? നൈട്രജന് ഡി ഓർബിറ്റൽ ഇല്ല. സോ വാട്ട് ഐ വിൽ പ്രിഫർ മീൻസ് നൈട്രജൻ ഹാവ് നോ വേക്കന്റ് ഡി ഓർബിറ്റൽ. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. അക്കോർഡിംഗ് ടു മോളിക്കുലർ ഓർബിറ്റൽ തിയറി, the paramagnetism of oxygen is molecule is due to the presence of
ഞാൻ നേരത്തെ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ O2ൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കോൺഫിഗറേഷൻ എഴുതി വന്നപ്പോൾ പൈ സ്റ്റാർ 2p(x1) ഈക്വൽ ടു പൈ സ്റ്റാർ 2p(y1) എന്നുള്ള ഒരു ലാസ്റ്റിലെ ഒരു ലാസ്റ്റ് നമ്മൾ ഈ ഒരു രൂപത്തിലേക്കാണ് എന്ത് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ σ1s2 σ1s2 σ2s2 σ2s2 σ2pz2 π2px2 π2py2 പൈ സ്റ്റാർ 2px1 പൈ സ്റ്റാർ 2py1 എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചേർന്നത് ഇവിടെയായിരുന്നു ആണല്ലോ. അപ്പോ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഓർബിറ്റൽ കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺ 2, അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ തന്നെയാണ് ഓക്സിജന്റെ പാരാമാഗ്നറ്റിസത്തിന് കാരണം അല്ലെ? 16 ഇലക്ട്രോൺ ഉള്ള ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണെന്ന് നമ്മൾ നേരത്തെ കുറച്ചു നേരം മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് പാരാമാഗ്നറ്റിക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈ സ്റ്റാർ ഓർബിറ്റിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതെന്നാ പറയേണ്ടത്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് അൺപെയ്ഡ് ഇലക്ട്രോൺ എവിടെ ഉണ്ട്? പൈ സ്റ്റാർ ഓർബിറ്റിൽ ഉണ്ട്. പൈ സ്റ്റാർ ഓർബിറ്റിന്റെ പേരെന്താ? ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലിന്റെ പേരെന്താ? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഡി എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. which contain hydrogen bond? ഇതിൽ ഏതിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതെന്നുള്ളതാണ്. ഹൈഡ്രജൻ ബോണ്ട് ഇസ് എ ഡൈപോൾ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് ലൈക്ക് ഫ്ലോറിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ അല്ലേ? രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. അതിൽ ഹൈഡ്രജനും ഫ്ലോറിനും തമ്മിലാവാം, ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാവാം, ഹൈഡ്രജൻ നൈട്രജൻ തമ്മിലാവാം. വെരി റയർലി നിങ്ങൾക്ക് ഹൈഡ്രജനും ഫ്ലോറിനും ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ HCl അതൊന്നുമില്ല. വളരെ റയർലി ചില ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മാത്രം നമുക്കത് കാണാം. സോ HFന്റെ അകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. വളരെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ഒരു സിഗ്സാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് HF എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ HF ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നും നല്ല ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിൽ ഉള്ളതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് HF ഓപ്ഷൻ ആയിട്ട് എടുക്കാം. Which concept best explain the orthonitrophenol is more volatile than what paranitrophenol? അല്ലെ? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കാരണം ഓർത്തോനൈട്രോഫിനോൾ എന്ന് പറയുന്നതിന്റെ അകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ? പാരാനൈട്രോഫിനോളിന്റെ അകത്ത് എന്താ മക്കളുള്ള? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലർ ഇത് തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ? അപ്പൊ പാരാനൈട്രോഫിനോളിന്റെ അകത്ത് ഈ മോളിക്യൂളും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. മോളിക്യൂളും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഒരു പാരാനൈട്രോഫിനോളും അടുത്ത പാരാനൈട്രോഫിനോളും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇതും ഇതിന്റെ അടുത്തും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതും ഇതിന്റെ അടുത്തും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. സോ മോളിക്യൂളിന്റെ അസോസിയേഷൻ ഭയങ്കര അധികമായിരിക്കും. സോ അതിനെ ബ്രേക്ക് ചെയ്ത് ബോയിൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരിക്കും. സോ ദേ ആർ നോട്ട് നോർമലി സ്റ്റീം വോളറ്റൈൽ. പക്ഷേ ഓർത്തോനൈട്രോഫിനോളിന്റെ അനേകം ഓർത്തോനൈട്രോഫിനോളുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇനിയും ഓർത്തോനൈട്രോഫിനോളുകൾ ഉണ്ടെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ? ഉണ്ട്. എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഫിനിഷ് ആയി, ഇതിന്റെ ഉള്ളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഫിനിഷ് ആയി, ഇനി അടുത്ത മോളിക്യൂളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഫിനിഷ് ആയി. പക്ഷെ ഇൻ ബിറ്റ്വീൻ അവർ തമ്മിൽ അസോസിയേഷൻ ഒന്നുമില്ല. സോ അവർ തമ്മിൽ അസോസിയേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈസിലി വേപ്പറൈസബിൾ ആണ്. സോ ഹൈലി വോളറ്റൈൽ ആണ്. അപ്പോൾ പാരാനൈട്രോഫിനോളും ഓർത്തോനൈട്രോഫിനോളും ഫോം ചെയ്യുകയാണെങ്കിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി മോളിക്കുലർ അസോസിയേഷൻ വളരെ കുറവുള്ള സ്റ്റീം വോളറ്റൈൽ ആയിട്ടുള്ള ആളായിരിക്കും ആര്? ഓർത്തോനൈട്രോഫിനോൾ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി അത്യാവശ്യം കണക്ഷനിലുള്ള, അത്യാവശ്യം അസോസിയേഷനിലുള്ള, ബോയിലിംഗ് പോയിന്റ് അധികമായിട്ടുള്ള ആളായിരിക്കും ആര്? നിങ്ങളുടെ പാരാനൈട്രോഫിനോൾ. സോ ദേ ആർ സിംപ്ലി സെപ്പറേറ്റഡ് ബൈ സ്റ്റീം ഡിസിലേഷൻ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ഓർത്തോനൈട്രോഫിനോൾ വളരെ വോളറ്റൈൽ ആണെന്നും പാരാനൈട്രോഫിനോളിനേക്കാളും ഉള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡ്യൂ ടു വാട്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. വാട്ടറിൽ എന്തോരം ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊരു നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വാട്ടർ മോളിക്യൂളും ടെട്രാഹെഡ്രലി 4 വാട്ടർ മോളിക്യൂളിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയുക. ഈച്ച് വാട്ടർ മോളിക്യൂൾ ഇസ് സറൗണ്ടഡ് ബൈ 4 അതർ വാട്ടർ മോളിക്യൂൾ ബൈ ഹൈഡ്രജൻ ബോണ്ടിങ് ടെട്രാഹെഡ്രലി എന്നൊക്കെയാണ് പറയാറുള്ളത്. സോ ദാറ്റ്സ് എ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടർ മോളിക്യൂൾ കാണിക്കുന്നുണ്ടെന്നും വാട്ടർ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നുണ്ട് വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എക്സെപ്ഷനലി ഹൈ ആണെന്നും അത് ഹൈഡ്രജൻ ടെലൂറൈഡിനേക്കാളും കൂടുതലാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്ലസ് വാട്ടർ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, H2S ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വാട്ടറിനേക്കാൾ മോളിക്കുലർ സൈസ് ഉള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ്, പക്ഷെ വാട്ടർ എന്താണ്? ലിക്വിഡ് ആണ്. എന്തുകൊണ്ട്? വാട്ടർ ഈസ് ഹൈലി അസോസിയേറ്റഡ് ബൈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അങ്ങനെയുള്ള ഒരു വാട്ടർ മോളിക്യൂൾ 4 ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് സറൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏതിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് അല്ലെ? സോറി, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നോർമലി പ്രസന്റ് ആയിട്ടുണ്ടാവുക ഓർത്തോ ഐസോമേഴ്സിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ സാലിസിലാൽഡിഹൈഡ് എടുക്കാൻ പോവാണ്. സാലിസിലാൽഡിഹൈഡ്, ഇതാണ് സാലിസിലാൽഡിഹൈഡ്. ഇതിന്റെ അകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ
നിങ്ങളുടെ റീമോട്ടീവ് ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ്റെ അകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർത്തോ പാര ഐസോമേഴ്സ് ഫോം ചെയ്യുന്നതിൽ തന്നെ ഓർത്തോ ഐസോമർ ഹെവിലി ഫോം ചെയ്യുന്നതിന്റെ റീസൺ കൂടെ അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ സാലിസിലാൽഡിഹൈഡ്, സാലിസിലിക് ആസിഡ് ദേ നോർമലി എക്സിബിറ്റ് ബോത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓർത്തോയിൽ വരുന്ന ഫിനോളിക് ഐസോമേഴ്സിനൊക്കെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഈത്തൈൽ ആൽക്കോൾ എന്ന് പറയുന്നതിന്റെ അകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. എത്തനോളിന്റെ അകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ടാണ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആണെന്നുള്ളതൊക്കെ നമ്മൾ പറയാറ്. വാട്ടറിന്റെ അകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ തൊട്ട് മുന്നേ ചർച്ച ചെയ്തു. ഹൈഡ്രജൻ സൾഫൈഡിന്റെ അകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ്ങേ ഇല്ല. സാലിസിലാൽഡിന്റെ അകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, പക്ഷെ അത് ഇന്റർ അല്ല, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ ഞാൻ ഓപ്ഷൻ സി എടുത്തു. ഓക്കെ, അടുത്ത ദിവസം നോക്കട്ടെ. H2S ഒരു ലിക്വിഡും H2S ഒരു ഗ്യാസും ആവുന്നതിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. H2O സൈസ് വളരെ കൂടുതലാണ് H2S, പക്ഷേ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതിനാൽ, മോളിക്യൂൾ തമ്മിൽ ഭയങ്കര അസോസിയേഷൻ ഉള്ളതിനാൽ, അതിന്റെ മോളിക്യൂൾ തമ്മിൽ ഭയങ്കര അസോസിയേഷൻ ആണെങ്കിൽ അത് അത്ര തന്നെ ഫ്രീ അല്ല, ഗ്യാഷസ് ആവില്ല, അതെന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് H2O ലിക്വിഡും H2S ഗ്യാസും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഹൈഡ്രജൻ ബോണ്ടിങ്ങും മോളിക്കുലർ എന്തുമാണ്, അട്രാക്ഷനും ആണെന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷനാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ഓപ്ഷൻ ഡി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് പാർട്ട് 2ന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ പാർട്ട് 1ഉം നിങ്ങൾ കണ്ടു, പാർട്ട് 2ഉം കൂടെ കാണുക. സോ അടിപൊളിയായിട്ട് നിങ്ങളുടെ റിവിഷൻ സീരീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സോ താങ്ക് യു.